നമസ്കാരം, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ KS 2025 പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഈ സെക്ഷൻ നമ്പർ 1ഉം 2ഉം എക്സാം ആയിട്ട് കൊടുത്തിരിക്കുന്നതെന്ന്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് അതിനെപ്പറ്റി പറയാം. നിങ്ങൾ ഇതാണ് പ്രിലിംസിന്റെ സിലബസ്. പ്രിലിംസിന്റെ സിലബസിനകത്ത് പേപ്പർ നമ്പർ 1 100 മാർക്ക്, അതുപോലെ പേപ്പർ നമ്പർ 2 100 മാർക്ക് എന്ന് രണ്ട് സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ രണ്ട് സെക്ഷനെയാണ് ഇവർ ഈ രണ്ട് സെക്ഷൻ എക്സാം എന്ന് വിളിക്കുന്നത്. അതായത് രാവിലെ പേപ്പർ നമ്പർ 1 100 മാർക്കിന് എക്സാമും ഉച്ച കഴിഞ്ഞതിന് ശേഷം 1.5 മണിക്കൂറാണ് ആ എക്സാം. ഉച്ച കഴിഞ്ഞിട്ട് 1.5 മണിക്കൂർ എക്സാം പേപ്പർ നമ്പർ 2 100 മാർക്ക്. അങ്ങനെ 200 മാർക്കിന്റെ എക്സാം ആണ് രാവിലെയും വൈകിട്ടുമായിട്ട് നമ്മൾ എഴുതാൻ പോകുന്നത്. പേപ്പർ നമ്പർ 1 രാവിലെ നടക്കാൻ പോകുന്നത് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, ആ ഒരു സെക്ഷൻ, വേൾഡ് ഹിസ്റ്ററിയും കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരളയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററും റീസണിംഗ്, മെന്റൽ എബിലിറ്റി, ജോഗ്രഫി, ഇത്രയുമാണ് രാവിലത്തെ എക്സാം എന്ന് പറയുന്നത്. 100 മാർക്കാണ് ഇതിന് വരുന്നത്. അതിനുശേഷം ഉച്ചക്കലത്തേത് പേപ്പർ നമ്പർ 2 ആണ്, 100 മാർക്ക്. ഇവിടെ എക്കണോമി ആൻഡ് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങളും സയൻസ് ആൻഡ് ടെക്നോളജിയും കൂടുതൽ കറണ്ട് അഫയേഴ്സും ഇംഗ്ലീഷും മലയാളവുമാണ് ഉച്ച കഴിഞ്ഞിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇങ്ങനെ രണ്ട് എക്സാം സെക്ഷൻ നമ്പർ 1ഉം 2ഉമായിട്ട്. അപ്പൊ തിരിഞ്ഞു പോകരുത്. രാവിലെ നടക്കാൻ പോകുന്നത് സെക്ഷൻ നമ്പർ 1 പേപ്പർ 1, ഉച്ചയ്ക്ക് ശേഷം പേപ്പർ നമ്പർ 2 ആയിരിക്കും. അപ്പൊ ഇത്രയും ദിവസമായിട്ട് സിലബസ് ഓൾറെഡി കവർ ചെയ്ത ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത്. നമ്മുടെ ചാനൽ വഴി നമ്മൾ കൂടുതലായിട്ട് എംഫസൈസ് ചെയ്ത MCQ ചോദ്യങ്ങൾ, ഓരോ ടോപ്പിക്കിനെയും ഓരോ ടോപ്പിക് എടുത്തിട്ട് ബേസ് ചെയ്ത് MCQ ചോദ്യങ്ങൾ, UPSC മോഡലിലുള്ള ചോദ്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നിട്ടുണ്ട്. ആ പ്ലാറ്റ്ഫോമിനകത്ത് ഇനിയും ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് അതായത് ഈ ഒരു 15 ദിവസത്തിനകം ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് സെലക്ട് ചെയ്ത് പഠിക്കാനുള്ള ഒരു ടൈം ടേബിളും ആ ഒരു പ്ലാറ്റ്ഫോമിൽ കൊടുത്തിട്ടുണ്ട്. ആ ടോപ്പിക്സ് ബേസ് ചെയ്ത് പഠിക്കാനുള്ള മെറ്റീരിയൽസും അതിനകത്തുണ്ട്. കൂട്ടത്തിൽ ആ ടോപ്പിക്കിന്റെ എല്ലാം തന്നെ MCQ ചോദ്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടൊരു കംപ്ലീറ്റ് പാക്കേജ് ആണ്. അവസാന നിമിഷം ആർക്കെങ്കിലും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്യുക. മാക്സിമം കണ്ടന്റ് മനസ്സിലാക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഈ ഒരു കണ്ടന്റ് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെ മെയിൻസ് എക്സാം എന്ന് പറയുന്നത് ഒക്ടോബർ മാസം 17ഉം 18ഉം ആയിട്ടാണ് നടക്കാൻ പോകുന്നത്. ഈ വർഷം തന്നെ ഒക്ടോബർ 17ഉം 18ഉം. അപ്പൊ സിലബസ് സെയിം സിലബസ് തന്നെയാണ്. പക്ഷെ അവിടെ വരുന്ന സമയത്ത് ഇത് ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആയി മാറുമെന്നേ ഉള്ളൂ. മെയിൻസ് വരുമ്പം ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഇതേ സിലബസ് തന്നെ ആയിരിക്കും. സോ ആ സ്പെഷ്യൽ ബുക്സും അതുപോലെ ബാക്കി റെഫറൻസുകളും ബാക്കി ഡേറ്റാസും NCERT SCERT നോട്ട്സുകളും ഈ പറയുന്ന MCQ ചോദ്യങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് മെയിൻസിനും യൂസ്ഫുൾ ആയിരിക്കും. സോ ആർക്കെങ്കിലും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ 849 റുപ്പീസ് ആണ്. എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിലേക്ക് കാസ് ഇൻട്രസ്റ്റഡ് എന്ന് വെച്ചിട്ട്, അതായത് KS ഇൻട്രസ്റ്റഡ് എന്ന് തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുക എത്രയും പെട്ടെന്ന്. ഒരുപാട് പേര് ഓൾറെഡി ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് ചോദിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.